ജാസ്മിനും അഭിഷേക് ജയദീപും കൂടി ഇപ്പോൾ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈവില്. ജബ്രി കോംബോ തന്നെയാണ് ചർച്ചാ വിഷയം. കുറെ പോയിന്റുകൾ ജയദീപ് എടുത്തു ചോദിച്ചു. ജാസ്മിൻ ഗബ്രിയെ ഒരാവശ്യവുമില്ലാതെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഗബ്രി ഒരു തെറ്റ് ചെയ്താൽ അതിനെ തിരുത്താറുണ്ടോ? ജിൻഡോയോട് അറപ്പാണ് എന്ന് പറഞ്ഞപ്പോ ജാസ്മിൻ തിരുത്തിയോ? നിങ്ങളൊരു പുതപ്പിൽ മൂടി 24 മണിക്കൂറും ഇരിക്കുന്നത് പ്രേക്ഷകര് റോങ് ആയിട്ട് എടുക്കില്ലേ? ജാസ്മിൻ വാക്ക് കൊടുത്തിട്ട് വന്ന ജാസ്മിന്റെ ഫിയോൺസയ്ക്ക് എന്ത് തോന്നും? അയാൾക്ക് ഇൻസെക്യൂർ ആവില്ലേ? ജാസ്മിന്റെ ഫിയോൺസെ വന്ന് ഇങ്ങനെ ചെയ്താൽ ജാസ്മിൻ ഇൻസെക്യൂർ ആവില്ലേ? ശ്രീധുവിനോട് പ്രണയം പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ 24 മണിക്കൂർ പുതപ്പിൽ മൂടിയിരുന്നാൽ ജാസ്മിൻ ഇൻസെക്യൂർ ആവില്ലേ പുറത്തിരുന്നത് കാണുമ്പോൾ? നോമിനേഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ പറയുന്നത് സിമിലർ ആണ്. പുറത്തുനിന്ന് പ്ലാൻ ചെയ്താണോ വന്നത്? ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും അടുപ്പത്തിലായി? ഹൗസിനകത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ജാസ്മിന്റെ ഉള്ളിലിരിപ്പ് പുറത്തിടാനാണ് ജയദീപ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. സായി കളിച്ച പോലത്തെ ഒരു ഗെയിം അല്ല ജയദീപ് കളിച്ചത്. പുറത്തെ കാര്യം ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അത് പ്രത്യേകം പുള്ളി ശ്രദ്ധിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു രക്ഷയുമില്ലാത്ത ബ്രില്യൻ ഗെയിം, വിദഗ്ധമായ ഗെയിം. സായി ഒക്കെ റൂള് ലംഘിച്ചാണ് ജാസ്മിനോട് സംസാരിച്ചത്. ആ ഒരു ഗെയിം കളിച്ചത് സായി റൂള് ലംഘിച്ചാണ് കളിച്ചത്. കണ്ടുപഠിക്കണം ജയദീപിനെ. അപ്പൊ ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട് സ്വന്തം ഭാഗം. ഞാൻ ചെയ്തത് റോങ് അല്ല എന്ന് അയാൾക്കറിയാം, എന്റെ കുടുംബത്തിനറിയാം. എനിക്ക് അവനോട് ഇഷ്ടമാണ്, പക്ഷെ പ്രേമത്തിലോട്ട് അത് പോവില്ല. പ്രേമത്തിലോട്ട് പോകണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വന്ന നെഗറ്റീവ് മാറത്തില്ല എന്നാണ് എനിക്ക് ജാസ്മിനോട് പറയാൻ തോന്നുന്നത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനിയെങ്കിലും ഒന്ന് ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ ഇതില്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ദിവസങ്ങൾ കിടക്കുകയാണ്, ചിന്തിച്ച് കളിക്കുക. എന്തായാലും അഭിഷേക് ജയദീപ് വെൽ പ്ലേഡ്. പൊളിച്ചടുക്കി മുത്തേ, ശരിക്കും പൊളിച്ചടുക്കി. പുറത്തെ കാര്യങ്ങളുടെ ഒരു വ്യൂ ജാസ്മിന് കൊടുത്തു, പക്ഷെ ഹൗസിനകത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൗസിന് വെളിയിൽ ഒരു ഒറ്റ വാക്ക് പോലും മിണ്ടിയില്ല. ബ്രില്യൻ ഗെയിം.